പതിനാലാം രാവ്, ഓ പതിനാലാം രാവ്. വാനിൽ പന്തലിൽ റങ്ക് തൂവണ പെണ്ണിതാരാണ്. വെൽക്കം ടു എല്ലാരിയ ഗ്രേഡ് 1 സോപ്പ് മീഡിയ 1 14ാം രാവ് സീസൺ 6 co-presented by Topco Samsung Jewelry, BM Store and Fabrico Live Laundry. കാലത്തിന്റെ കരിങ്കൽ ചുവരിൽ കൊത്തിവയ്ക്കപ്പെട്ട ഈണങ്ങൾ, എഴുതി വയ്ക്കപ്പെട്ട വരികൾ, മാപ്പിളപ്പാട്ടിന്റെ ഇനങ്ങളാൽ വിസ്മരണീയമാക്കിയ 14ാം രാവ് സീസൺ 6ന്റെ ചരിത്രയാത്ര ഇവിടെ തുടങ്ങുകയാണ്. സോ ആദ്യമായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. നിഷാന്ത് സർ, ബെൻസീറത്ത, കണ്ണൂർ ഷെരീഫ്. അടുത്തതായി നമുക്ക് ഏറ്റവും പ്രഗത്ഭരായ ഓർക്കസ്ട്ര ടീമാണുള്ളത്. ഈ അവസരത്തിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഷെരീഫിക്ക, നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. എല്ലാ കണ്ടസ്റ്റന്റിനെയും നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ 14ാം രാവ് സീസൺ 6ന്റെ നീള യാത്രയെ പറ്റി എന്താണ് ഷെരീഫിക്ക് തോന്നുന്നത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം 14ാം രാവിലെ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. ഇത് ഓൺലൈൻ ഒരു ഷോ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം. കാരണം ഇന്ന് ഓൺലൈൻ യുഗമാണല്ലോ. അതുകൊണ്ട് തന്നെ 14ാം രാവിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം ഞാൻ ഗുരുസ്ഥാനീയരായി കാണുന്ന ഇവിടെ ജോയേട്ടൻ, രാമകൃഷ്ണേട്ടൻ, അവരുള്ള വേദിയിൽ ശരിക്കും എനിക്ക് ഇവിടെ ഇരിക്കാനൊരു മടിയുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാടിത്തുടങ്ങുമ്പം വിറച്ച് സ്റ്റുഡിയോയിൽ കയറി പാടുന്ന സമയത്ത് വായിക്കുന്ന ആൾക്കാരാണ് ഇവർ. അന്ന് എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടിൻ്റെ 90% പാട്ടുകളും വായിച്ച ആൾക്കാർ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരുടെ കൂടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ട് കേൾക്കാനും അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസരം ഉണ്ടായതിൽ തീർച്ചയായും 14ാം രാവിനോട് പ്രത്യേകം നന്ദിയുണ്ട്. സന്തോഷം. അടിച്ചു പൊളിക്കാം നമുക്ക്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നിഷാദ്ക്ക, ഇത് നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. എന്താ തോന്നുന്നത്? ഇനിയിപ്പോൾ നമ്മളെ കണ്ടസ്റ്റൻസിനെ പാട്ട് കേൾക്കാൻ പോവാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ തോന്നുന്നത്? 14ാം രാവ് എന്ന് പറയുന്നത് ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു റിയാലിറ്റി ഷോ ആണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വേദിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പം അതാണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരിക്കലും മോശമായ ഒരു പ്രകടനം ആരും ഉണ്ടാവില്ല. അത്ര മനോഹരമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ പാടിക്കൊണ്ടിരുന്നത്. ആ മീഡിയ വണ്ണിനോടൊപ്പം ഞാനും ഈ സ്നേഹവും അഭിമാനവും പങ്കുവയ്ക്കുന്നു. താങ്ക് യു നിഷാദേട്ടാ. അടുത്ത ബെൻസീറത്ത ഒരുപാട് റിയാലിറ്റി ഷോ കടന്നു വന്ന ഒരു ഗായികയാണ്. ഇപ്പം 14ാം രാവ് സീസൺ 6ന്റെ ഈ ഒരു അവസരത്തിൽ ജഡ്ജായിരിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ടെൻഷൻ എത്രമാത്രം ഉണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. പിന്നെ പലപ്പോഴും ഈ വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട്, പഠിച്ചവൻ എന്നായിരിക്കും എനിക്ക് ഇവിടെ ഒരു ഇങ്ങനെ വരാൻ പറ്റുകയെന്ന്. പക്ഷേ ഒരു സ്വപ്നതുല്യമായൊരു സ്പേസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ അത്രയൊന്നും എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോൾ അവരുടെ കൂടെ ഒരു സ്പേസ് ഷെയർ ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ മീഡിയ വണ്ണിന് സ്പെഷ്യൽ താങ്ക്സ്. അതോടൊപ്പം തന്നെ എല്ലാ മക്കൾക്കും നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ബെൻസീറത്ത. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ കൂടി ഒരു ഭാഗ്യമാണ്, നിങ്ങളെ പോലെ ഒരു ജഡ്ജസ് ആൻഡ് ഇവരെ പോലെ ഒരു ഓർക്കസ്ട്ര ക്രൂവിനെ കിട്ടുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 14ാം രാവ് ഏറ്റവും നല്ല വിജയത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്തതായി നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈ ഒരു ഷെഡ്യൂളിൽ 4 റൗണ്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആയ സിത്താരയെ വേദിയിലേക്ക് ക്ഷണിക്കാം. എൻ്റെ പേര് സിത്താര. മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ അടക്കാക്കുണ്ട് ക്രസൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഞാൻ 4ാം ക്ലാസ് മുതലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. 5ാം ക്ലാസ് മുതൽ ഞാൻ കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഫാത്തിമ ബീവി ഫാത്തിമ, ആറ്റൽ റസൂലിൻ്റെ പുത്രി ഫാത്തിമ, ഫാത്തിമ മുത്ത് ഫാത്തിമ, അലിയാർ തങ്ങളുടെ ബീവി ഫാത്തിമ, അഴകിൻ്റെ റോജ മലരാണ് ഫാത്തിമ, അതിനെന്ത സ്വർഗത്തെ റാണിയാൾ ഫാത്തിമ. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയന്, അനിയത്തി, പിന്നെ ഞാനുമാണുള്ളത്.
സിത്താര. ഹായ്. ഏത് റൗണ്ടാ പാടാൻ പോകുന്നത്? 20 റൗണ്ടിൽ ഏതാണ് സോങ്? തണലേകിടണല്ല എന്ന് പറഞ്ഞൊരു പാട്ട്. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് പാട്ടുകാരിയാണ് സിത്താര. എന്താണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു എപ്പിസോഡിൽ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ സിത്താര ഗ്രൂമിംഗ് ഒക്കെ നന്നായി ചെയ്തു, അപ്പോൾ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. നന്നായി പാടുട്ടോ. ഓൾ ദി ബെസ്റ്റ്. മലൻ
നല്ല ഭംഗിയുണ്ടായിരുന്നു പാടുന്ന കാണാൻ. അപ്പൊ നമുക്ക് ജഡ്ജസിന് എന്താ പറയാനുള്ളത് കേൾക്കാം അല്ലേ? നിഷാദ് ഏട്ടാ. യെസ്, സിത്താരക്കുട്ടി നല്ല മൊഞ്ചത്തിയായി വന്നിട്ടുണ്ട്. നല്ല ശബ്ദം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ശബ്ദം, നന്നായിട്ട് ആ പാട്ടിന് വേണ്ട അതേ സാധനങ്ങൾ നമുക്ക് ശരിക്ക് ഒരു ഭക്തി ഭയങ്കരമായി തോന്നുന്ന രീതിയിൽ സിത്താരക്കുട്ടി മനോഹരമായിട്ട് പാടി. ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് സിത്താരക്കുട്ടി. അപ്പോൾ അത് മനോഹരമായി ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്രയും പ്രഷറായിട്ടായിരിക്കും അവിടെ ഒന്ന് പാടുക അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? കുറച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പാട്ടിൽ വളരെ 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 മനോഹരമായിട്ട് അത് പാട്ടിന് വേണ്ടത് എന്താണോ അതുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. താങ്ക് യു നിഷാദ് ഏട്ടാ. ബൻസീറത്താ. സിത്താര ഉഷാറായിട്ട് നന്നായി പാടി. സിത്താര ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. എനിക്കറിയാം, ഇതിന് മുന്നേയും വേറെ കുറേ റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുണ്ട്. വൈഷ്ണവി ആള് കാണാൻ ചെറുതാണെങ്കിലും നല്ല ഡെപ്തുള്ള വോയിസ് ആണ്. മോള് നന്നായി പാടി. ആ പാടുമ്പോൾ നിഷാദട്ടൻ പറഞ്ഞ പോലെ എന്താണ് അതിൽ ഉൾക്കൊള്ളുന്ന ഒരു അർത്ഥം അത് കൺവേ ആവുന്നുണ്ട്. അതാണ് ഒരു സിംഗറുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പം ഷെരീഫ്ക്കും നിഷാദട്ടനും ഞാനും ഒക്കെ ഇങ്ങനെ കൂടെ പാടുമായിരുന്നു. നന്നായി പാടി. പിന്നെ എടുത്തു പറയാനുള്ളത് വരികൾ സൈനുദ്ദീൻ ഇരട്ടപ്പുഴ. സൈനുഖാൻ എനിക്ക് പേഴ്സണൽ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രവാസി എഴുത്തുകാരനാണ്, വളരെ അർത്ഥവത്തായ വരികൾ എഴുതുന്ന നല്ലൊരു എഴുത്തുകാരനാണ്. അപ്പോൾ ആ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് പേഴ്സണലി എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഷെരീഫിക്ക. സിത്താര, എന്തൊക്കെയാ വിശേഷം? സുഖം. മോളുടെ വീട് എവിടെയാ? കരുവാരക്കുണ്ട്. ഓ, കരുവാരക്കുണ്ട്. മോൾക്ക് നമ്മുടെ വലിയൊരു പാട്ടെഴുത്തുകാരൻ്റെ നാടാണ് OM കരുവാരക്കുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. അവിടെ നല്ലൊരു മിടുക്കിയ ഒരു പാട്ടുകാരി ഉണ്ടാകുന്നു. മോളുടെ ശബ്ദം സൂപ്പർ ശബ്ദമാണ്. ഫീമെയിലിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ശബ്ദമാണ് മോൾക്ക്. കാരണം നല്ല ഗെയിൻ ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. പിന്നെ സംഗതികൾ നന്നായിട്ട് പാടാൻ പറ്റും, അതിലൊരു സംശയമില്ല. ആ അനുപല്ലവിയിൽ പാടുന്ന നോട്ടുണ്ടല്ലോ, ആ നല്ല സ്റ്റൈലായിട്ട് ആ നോട്ട് ഗ്രിപ്പിൽ കൃത്യമായിട്ട് വീഴുന്നുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് പാടുന്ന സമയത്ത് ത്രോട്ടിൽ ഷിവറിങ് ഉണ്ടാവും പലർക്കും പേടിച്ചിട്ട്. മോൾക്ക് അതില്ല, അത് വലിയ പോസിറ്റീവാണ്. പേടി ഉണ്ടാകുമ്പം നമ്മുടെ ത്രോട്ടും കൂടി ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അതായിരിക്കും ഏറ്റവും വലിയ ടാസ്ക് മാറ്റുക എന്നുള്ളത്. പക്ഷെ മോൾക്ക് അതൊന്നുമില്ല. പിന്നെ ഉണ്ടായിട്ടുണ്ട് 1-2 ആ നോട്ട് 2 സ്ഥലത്ത്. അതൊന്നും ഫസ്റ്റ് മോള് പാടുകയാണ്. ഫസ്റ്റ് മോള് പാടുമ്പം ഇത്ര നന്നായിട്ട് പാടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മോളാണ്. പോട്ടെ, ഉഷാറായിട്ട് പോട്ടെ കേട്ടാ. പിന്നെ ഈ പാട്ട് സംഗീതം ചെയ്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇവിടെ അറിയോ? ആരാന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഹരിദാസ് ഏട്ടൻ, കോഴിക്കോടത്തെ ഏറ്റവും സീനിയറായിട്ടുള്ളൊരു കീബോർഡിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ചെയ്യുന്നത്. ബാബുക്ക മനസ്സിൽ കാണുന്ന ഒരാളാണ് പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ. പാടിയെടുക്കാനും ഭയങ്കര പാടാണ് അദ്ദേഹത്തിൻ്റെ പാട്ട്. ഒരു പാട്ട് പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കുറേ സംഗതികളും കുറേ റൂട്ട്സൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. അത്രയും നല്ല കമ്പോസിങ് ചെയ്യുന്ന ഒരാളാണ് ഹരിദാസ് ഏട്ടൻ. നമ്മൾ അസലായിട്ട് പാടി, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പൊ ഷെരീഫിക്ക, നമുക്ക് അതിൻ്റെ ഒരു 4 പേര് കേട്ടാലോ? ഹരിദാസ് ഏട്ടൻ്റെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. അത് വായിച്ചിരിക്കുന്നത് അതിൽ 2 പേര് ഇവരാണ്, ജോയേട്ടനും രാമകൃഷ്ണേട്ടനും. അത് ഹരിദാസ് ഏട്ടൻ്റെ ഒരുവിധം പാട്ടൊക്കെ വായിച്ചത് ഇവരാണ്. അത് ഹരിദാസ് ഏട്ടൻ ചിന്തിക്കുന്നത് എന്താണ് അത് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ഇവർ. പാരിൽ നീയൊരുക്കിയ സൗകര്യമത്രയും
മാർപ്പേ നിന്നെ ഓർക്കാതെ ഞാൻ നടന്നു. ഇലാഹേ നീയൊരുക്കിയ സൗഭാഗ്യമത്രയും ഞാനിന്നാസ്വദിച്ചു. റബ്ബിനെ ഞാൻ മറന്നു. ഇലാഹേ നീയൊരുക്കിയ സൗഭാഗ്യമത്രയും ഞാനിന്നാസ്വദിച്ചു. റബ്ബിനെ ഞാൻ മറന്നു. താങ്ക് യു സോ മച്ച് ഷെരീഫിക്ക. ഇങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ ഹരിദാസേട്ടൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഹരിദാസേട്ടാ, ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട് ഫ്രം എൻ്റെ ടീം ഓഫ് അവർ ക്രൂ ടു. സോ ഇപ്പം ഷെരീഫിക്ക പാടിയിട്ട് ഞങ്ങളുടെ എൻ്റെ ടീമിന് തന്നെ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മാർക്ക് അറിയാം അല്ലേ? ഈ ഒരു എനർജി തന്നെ നമുക്ക് മാർക്ക് അറിയാം. ഷെരീഫിക്ക തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കണമെന്നുണ്ട്. ആ ടാലന്റ് വെച്ചിട്ട് ഫുൾ മാർക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ 1-2 പിച്ചിൻ്റെ പ്രശ്നമുണ്ട്, അതും ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഫുൾ മാർക്ക് കൊടുത്താൽ കുട്ടി അലസമാവും. ഇനി വരാനിരിക്കുക ഒരുപാട് റൗണ്ടുകൾ. അതുകൊണ്ട് ഞാൻ 1 മാർക്ക് കുറച്ച് 9 തരുന്നു. 9 മാർക്സ്. ബെൻസിറുത്ത, മാർക്ക് പറയുമ്പോഴാണ് അതുവരെയുള്ള സൗഹൃദമെല്ലാം പോവുക. എന്നാലും മത്സരമായതുകൊണ്ട് 16/20. ഓക്കെ, 16 നല്ല മാർക്കാണ്. നിഷാദേട്ടാ, സിത്താരക്കുട്ടി എത്ര മാർക്ക് വേണം? എത്രയാലും കുഴപ്പമില്ല. നിഷാദ് ഫുൾ മാർക്ക് കൊടുത്തത് ഇപ്പൊ കിട്ടും. ഫുൾ എന്താ പ്രശ്നം? കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. അത് ഇവിടെ ഇത് സേഫ് സോൺ ആണ്. ആ, കുറച്ച് കഴിഞ്ഞ് അങ്ങ് പോവല്ലോ. ഞങ്ങൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടും. അപ്പൊ കുറച്ച് കഴിയുമ്പോ അല്ലേ? കൊച്ചുകുട്ടി ഇത്ര നന്നായിട്ട് പറയേ, സിത്താരക്കുട്ടിക്ക് എത്ര വേണം? എത്രയാലും കുഴപ്പമില്ല. പറഞ്ഞോ, ഒരു നമ്പർ പറഞ്ഞോ. 20 മാർക്ക്. അല്ല, ഇതെല്ലാം നിങ്ങളെ നമ്പർ അല്ലേ എന്ന് സിത്താരക്ക് മനസ്സിലായി. അത് ബെൻസിത്ത എത്രയാ മാർക്ക് തന്നത്? 16 അല്ലേ? എത്ര പറഞ്ഞോ? വേഗം പറഞ്ഞു. മോളെ എന്തായാലും ആഗ്രഹിക്കുന്നത് ഫുൾ മാർക്കാണ് നിഷാദെ. എന്നാ ഒരു 17 മതി, തീരുമാനമായി. 17 മാർക്ക്. മോളെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും മോൾ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അസലായി പാടി മോളെ. ഞാൻ ഇപ്പം ഷെരീഫ്ക പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞു, നല്ല അസൽ ശബ്ദമാണ്. സോ ടോട്ടൽ മാർക്ക് 42/50. അപ്പൊ അടുത്തതിൽ ഇതിനേക്കാൾ നന്നായി മാർക്ക് വാങ്ങിക്കാം. ഇപ്പൊ നല്ല മാർക്കാണ്, പക്ഷെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നല്ല നല്ല മാർക്കിൽ കയറാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാരിയ ഗ്രേറ്റ് വൺ സോപ്പ് മീഡിയ 1 14ാം രാവ് സീസൺ 6 co-presented by Topco Samsung Jewelry, VM Store and Fabrico Live Laundry. അടുത്തതായി പാടാൻ വരുന്നു ഹെൻറ്റിയ. ഞാൻ ഹെൻഡിയ, കോഴിക്കോട് ജില്ലയിലെ പെരുവേലാണ് സ്വദേശം. ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. 7 വർഷമായി കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നു. കരുണക്കടലായ ഹയ്യുൽ ഖയ്യൂമേ നിൻ കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കരുണക്കടലായ ഹയ്യുൽ ഖയ്യൂമേ നിൻ കനിവല്ലാതൊന്നും എനിക്കില്ലല്ലോ. കവിതകൾ വായിക്കാനും ചൊല്ലാനും ഭയങ്കര ഇഷ്ടമാണ്. ജില്ലാതലത്തിൽ കവിതാ പാരായണത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒഴിവു സമയങ്ങളിൽ പെറ്റ്സിൻ്റെ കൂടെയാണ് ചെലവഴിക്കാറ്. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, അമ്മമ്മ എല്ലാവരും ഉണ്ട്. ഹായ് ഹെൻറ്റിയ. ഹലോ, ഏത് റൗണ്ടിൽ പാടാൻ പോകുന്നത്? ഞാൻ സന്ദേശ്. സന്ദേശം റൗണ്ടിൽ ഏതാണ് സോങ്? കിസ് മൂളണ മൈനകൾ. കിസ്സ മുള്ളണ മൈന. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് എന്താ തോന്നുന്നേ? സന്തോഷം.
സന്തോഷം തോന്നുന്നു. അപ്പൊ നേരെ നമുക്ക് ഡയറക്റ്റ് പാട്ട് പാടാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കിസ് കോണാൽ കിസ് തുടുക്കണ ബസ്സിൽ തീരല്ലേ ചതിതൻ ചെസ്സിൽ വീഴല്ലേ നെറ്റിലൊരുകും തരുണികളെ ചാറ്റിലൊഴുകും തളിരുകളെ കാത്തു വച്ചൊരു ഹൈറിന്റെ കനി കാത്ത കൊത്തല്ലേ കാലം കെട്ടുപോയില്ലേ കിസ് മൂളണ മൈനകളെ കിസ്സ പാടണ മംഗകളെ. ഹൻഡിയ നന്നായി പാടി. എന്തോന്നു? അപ്പൊ നമുക്ക് ജഡ്ജസിനെ ചോദിക്കാം അല്ലേ, അവർക്ക് എന്ത് തോന്നുന്നു? ആദ്യം ആരെ വേണം പറ? ആരായാലും മതി. ഓക്കെ, നമുക്ക് എന്നാ ബെൻസിറത്തിന് തുടങ്ങാം അല്ലേ? ഓക്കെ, ബെൻസിറത്ത. എന്തിനായിരുന്നു ഇപ്പൊ രണ്ടുപേരും ഞാൻ എന്താണ് ആദ്യം പറയുന്നത് എന്നിട്ട് എന്നെ കൊല്ലാൻ കാത്തുകയെന്ന്. മോള് നന്നായി പാടി കേട്ടോ. ഷെരീഫ്ക്ക് ഇങ്ങനെ പറയായിരുന്നു ഒരു വെറൈറ്റി പേരാണ്. ഞാൻ പറഞ്ഞ പേര് മാത്രല്ല പാട്ടും അതുപോലെയാണ്, അസലായി പാടും. ഞാനിങ്ങനെ പറയായിരുന്നു. നന്നായി പാടി കേട്ടോ. ഒരു വെറൈറ്റി ട്യൂണും ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ റൗണ്ട് സന്ദേശമാണ്. ഇപ്പോൾ ഓൺലൈനിലൂടെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഹെൻഡി ആ പാട്ടിലൂടെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങൾ പറയാനുള്ള മെയിനായിട്ട് വാക്കുകൾ കട്ട് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് നമ്മൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. എവിടെ ശ്വാസം എടുക്കണം, എവിടെ വിടണം എന്നുള്ളത് നമ്മൾ തന്നെ ഒരു അത് സാരമില്ല, ഒരു സ്റ്റാർട്ടിങ് അല്ലേ. ഇൻഷാ അല്ലാ ഇനിയും കിടക്കുകയാണ് അവസരങ്ങൾ. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബെൻസിറത്ത. എനിക്ക് ഷെരീഫിക്ക. ഹൻഡിയ നല്ല പേരിട്ടോ, ഇതുവരെ കേൾക്കാത്തൊരു അടിപൊളി പേര്. പക്ഷേ ആള് ഭയങ്കര ഷൈയാണ്, നാണം കുണുങ്ങിയ. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പാട്ട് കേട്ടപ്പം ഇങ്ങനെ നാണം കുണുങ്ങേണ്ട ആവശ്യമില്ല. നല്ല ബോൾഡായിട്ട് നിന്നിട്ട് പാടാനുള്ള എല്ലാ ക്വാളിറ്റിയും മോളുടെ പാട്ടിലുണ്ട്. അതുകൊണ്ട് ഒന്നും മടിക്കാണ്ട് നല്ല ജോളിയായിട്ട് ഒന്ന് പാടണം കേട്ടോ. ഈ പാട്ട് വളരെ നന്നായിട്ട് മോള് പാടിയിട്ടുണ്ട്. നേരത്തെ ബെൻസിറ പറഞ്ഞല്ലോ, നമ്മളെല്ലാ പാട്ടുകളും പാടുന്നതിന് മുമ്പ് ആ ഡിക്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. ആ പാട്ടിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഡിക്ഷൻ വരികളിലുണ്ടാവും നമ്മൾ കൊടുക്കേണ്ട ഫീൽ എന്താന്ന്. പിന്നെ അതുപോലെ എവിടെയൊക്കെ മുറിക്കാം വാക്കുകൾ. മോളൊരു 2 സ്ഥലത്തും പറഞ്ഞത് ഒരു സെൻറ്റൻസിൻ്റെ പകുതി നിന്ന് കട്ട് ചെയ്താൽ പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല. അതിപ്പോൾ ചിലപ്പോൾ മോൾക്കൊരു പ്ലാൻ ഉണ്ടാവില്ല, എവിടെയാണ് മോൾ കട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുക, എവിടെ ആ സെൻറ്റൻസ് മുറിയാൻ പാടില്ല. അതൊരു പ്രൊഫഷണൽ രീതിയല്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ എനിക്ക് വേറെ തോന്നിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് നല്ല ഗാനങ്ങൾ ചെയ്ത ഒരാളാണ് ഉബൈദ് കോഴിക്കോട്. നല്ല മ്യൂസീഷ്യനാണ്, നല്ല കീബോർഡിസ്റ്റാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്ത് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് പാടാൻ വേണ്ടിയല്ല പറയുന്നത് കേട്ടോ, നോക്കണ്ട, ഞാൻ പാടുന്നില്ല. അപ്പം ഞാൻ പറയുക എന്താ പറയുക, അയാളുടെ ടാലൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ പാട്ടിൽ കൊടുക്കുന്ന ആ കുറേ സംഗതികൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഇല്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറേ സംഗതികളൊക്കെ, അതൊക്കെ കുന്നക്കാവിൻ്റെ ഒരു ഉബൈദ് കുന്നക്കാവ് എന്നാണ് നമ്മൾ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ കുറേ സംഗതികളും. പിന്നെ പാട്ട് പാടി തന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാടി അയച്ചു കൊടുക്കില്ല. അപ്പോൾ പാടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറയും, അവിടെ ഷെരീഫ്ക്ക ഇങ്ങനെ പാടാൻ പറ്റുമോ, അങ്ങനെ പാടാൻ പറ്റുമോ, ഒരുപാട് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ, നല്ല ജ്ഞാനമുള്ള കമ്പോസിങ് ആയതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി നല്ല നല്ല ക്ലാസ് ആയിട്ടുള്ള ഇതുപോലുള്ള പാട്ട് വരട്ടെ. മോളെ അസലായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു ഷെരീഫിക്ക. നിഷാദേട്ടാ നന്നായിട്ട് പാടി ഹെൻഡിയ, നന്നായിട്ട് പാടി. ഹെൻഡിയയുടെ പാട്ടിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ഈസിനെസ് ഓഫ് സിംഗിങ്. ഹെൻഡിയ വളരെ ഈസി ആയിട്ടാണ് പാടുന്നത്, ഒരു സ്ട്രെയിനും ഇല്ല. ഒരു റേഞ്ചിൽ പാടുമ്പോഴും ഒരു സംഗതി പാടുമ്പോഴും ഹെൻഡിയയ്ക്ക് ഒരു സ്ട്രെയിനും ഇല്ല. അതെങ്ങനെ പോവുകയാണ്, അതങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അഡീഷൻ കൂടെ ഞാൻ പറയുകയാണ്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഷെരീഫ്ക്ക പറഞ്ഞു ഓരോ വരികളും അല്ലെങ്കിൽ ഡിക്ഷനും ശ്രദ്ധിക്കുക, വായിച്ചു നോക്കിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ച് പാടിയാൽ നല്ലത്. അതിൻ്റെ അഡീഷനായിട്ട് പറയുകയാണ് എക്സ്പ്രഷൻ. ഹെൻഡിയയുടെ സോങ്ങിൽ ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ, ഹെഡ്ഫോൺ ഇട്ട് കേട്ടപ്പോൾ എനിക്ക് മിസ് ചെയ്തത്
കുറച്ച് എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷൻ്റെ എലമെൻറ്റ് കൊണ്ടുവരാൻ കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമായിരിക്കും ഹെൻറിയുടെ വോയിസിൽ. അപ്പം അത് കൊണ്ടുവരിക, അടിപൊളിയാണ്. ഉഗ്രൻ വോയിസാണ്, അത് നന്നായിട്ട് യൂസ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഏറ്റവും ഭംഗിയാക്കുക കേട്ടോ. ഉബൈദിൻ്റെ പാട്ടാണെന്ന് അറിഞ്ഞ് വളരെ സന്തോഷം. ഉബൈദിൻ്റെ പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ നല്ലൊരു മ്യൂസീഷ്യനാണ്, നല്ല കമ്പോസറാണ്, നല്ല ജ്ഞാനസ്ഥനുമാണ്. ഉബൈദിനൊരു വലിയ ഹായ്. താങ്ക് യു. അപ്പോൾ കമൻസ് ഒക്കെ കേട്ടോ, ഓക്കെ അല്ലേ? അപ്പോൾ നല്ല നല്ല കമൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് അടുത്തതിന് നല്ല അടിപൊളിയാക്കാം. അപ്പോൾ മാർക്കറിയാം നിഷാദേട്ടാ? ഹിന്ദിക്ക് ഞാൻ 50 out of 20. 15. ബെൻസിർത്ത? 15.5 on 20. 15.5. ആൻഡ് ഷെരീഫിക്ക? എനിക്ക് 10 മാർക്കിലാണ് കേട്ടോ. ഞാൻ 8 മാർക്ക് തരും. സോ ഫൈനലി 38.5 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഹാപ്പി അല്ലേ? അപ്പോൾ കമൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് അടുത്തതിന് അടിപൊളിയായിട്ട് പാടില്ലേ? ഓക്കെ ദെൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാരിയ ഗ്രേറ്റ് വൺ സോപ്പ് മീഡിയ 1 14ാം രാവ് സീസൺ 6 co-presented by Topco Samsung Jewelry, VM Store and Fabrico Live Laundry. അടുത്തതായി പാടാൻ വരുന്നു സെയ്ദ്. ഞാൻ സയ്യിദ് തഹസീൻ, മലപ്പുറത്ത് വെള്ളാമ്പറത്താണ് എൻ്റെ സ്വദേശം. ഞാൻ 3 വർഷമായിട്ട് മാപ്പിളപ്പാട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ MSW കഴിഞ്ഞു. അല്ലാഹു മാത്രം അധിപതിയെന്നും അവനായി മാത്രം സുജൂദിരെന്നും. അല്ലാഹു മാത്രം അധിപതിയെന്നും അവനായി മാത്രം സുജൂദിരെന്നും. അടിമ ഞാനെല്ലാം ആ സവിധത്തിൽ, അടിമ ഞാനെല്ലാം ആ സവിധത്തിൽ. എൻ്റെ വീട്ടിൽ 5 സഹോദരങ്ങളാണ്, കൂടെ ഉമ്മ ഉപ്പ, എല്ലാവരും സംഗീതപ്രിയരാണ്. പിന്നെ മറ്റു ഹോബീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കലകളെന്ന് പറയുന്നത് ചിത്രം വരയ്ക്കും, അതുപോലെ തന്നെ നാടകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. ഹായ്. സെയ്ദ് ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്, ഫുൾ നെയിം പറയണമെന്ന്. ഇത്ര ടൈമായിട്ടും ഞാൻ ഫുൾ നെയിം പറ്റില്ല. അപ്പൊ സെയ്ദ് തന്നെ പറയട്ടല്ലേ ഫുൾ നെയിം? പറയരുതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, ഒരുപാടുണ്ട്. അതൊക്കെ അപ്പോഴല്ലേ കേൾക്കണ്ടേ നമുക്ക്. എന്തായാലും സയ്യിദ് മുഹമ്മദ് തഹസീൻ ബാഹസൻ. വാ അടിപൊളി. വൈക്കം മുഹമ്മദ് ബഷീറും കൂടി കൊടുക്കാം. അപ്പൊ പിന്നെ ഒരു essay പോലെ ആവും പേര്. പക്ഷെ അതൊരു ഭയങ്കര രസമുള്ളൊരു പേരാണ്, അത് മുഴുവൻ പറയണം നിങ്ങൾ. അതാണ് തിരിച്ചു പറഞ്ഞിരുന്നായിരിക്കും. ഞങ്ങൾ അത് ഞാൻ പഠിച്ചിട്ട് വരാം. സെയ്തുമായിട്ട് ഇന്ന് എന്താ വിളിക്കണ്ടപ്പോ? സെയ്ദ് സെയ്ദ് എന്ന് വിളിച്ചാൽ മതി. ഒന്നുകൂടി പറയാ സെയ്ദിന്റെ പേര്. സയ്യിദ് മുഹമ്മദ് തഹസീൻ ബാഹസൻ. അല്ല, ഇത്രയും വലിയ പേരിടാൻ കാരണം എന്താ? ഞാൻ സയ്യിദ് ഫാമിലിയാണ്. കബീല എന്ന് പറയുന്നതാണ് ബാഹസൻ എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് തഹസീൻ ആണ് ആക്ച്വലി എൻ്റെ പേര്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരാറുണ്ട്. ഓക്കെ, സന്തോഷം. ഓക്കെ. അപ്പൊ സെയ്ദ് ഏത് റൗണ്ടാ പാടാൻ പോകുന്നത്? മദ്ഹ് റൗണ്ടിലാണ്. മദ്ഹ് റൗണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
യാസിനായ ദൂതരേ ആയ ദൂതരേ ജഗമിൽ ജഹലിൻ കുഫർ കുലങ്ങളേറിയ നാൾ ജഗമിൽ ജഹലിൻ കുഫർ കുലങ്ങളേറിയ നാൾ ജഗപതിതൻ തിരുനബിയവർ വന്നുദിത്തേ വന്നുദിത്തേ അർശ് കുർസ് ലൗഹ് കലമിലാദരിത്തേ മുഹമ്മദ് അഹമ്മദ് ഇഷ്ക യാസിനായ ദൂതരേ ആയ ദൂതരേ ത്വായിഫിന്റെ വീതിയിൽ തൗഹീദിന്റെ മാറ്റൊലി ത്വായിഫിന്റെ വീതിയിൽ തൗഹീദിന്റെ മാറ്റൊലി കുളിരണിഞ്ഞ നേരമിൽ ഗതി കെട്ടുപോയി ശിർക്കുകൾ അർശ് കുർസ് ലൗഹ് കലമിലാദരിത്തേ മുഹമ്മദ് അഹമ്മദ് ഇഷ്ക യാസിനായ ദൂതരേ ആയ ദൂതരേ കല്ലിനാലടിത്തുവോ ചൊല്ലിനാൽ വധിത്തുവോ കല്ലിനാലടിത്തുവോ ചൊല്ലിനാൽ വധിത്തുവോ പുണ്യദിനം വാർന്നുവോ സഹചാരി അന്ന് കേടുവോ അർശ് കുർസ് ലൗഹ് കലം ആദരിത്തേ മുഹമ്മദ് അഹമ്മദ് ഇഷ്ക യാസിനായ ദൂതരേ ആയ ദൂതരേ മക്കമണൽ പൂത്തുവോ മദീന മാറിൽ ചേർത്തുവോ മക്കമണൽ പൂത്തുപോയി മദീന മാറിൽ ചേർന്നുവോ മണ്ണും വിണ്ണും കുളിരണിഞ്ഞു പൊൻകൊടിയുയർന്നുപോയി അർശ് കുർസ് ലൗഹ് കലമിലാദരിത്തേ മുഹമ്മദ് അഹമ്മദ് ഇഷ്ക യാസിനായ ദൂതരേ ആയ ദൂതരേ ജഗമിൽ ജഹലിൻ കുഫർ കുലങ്ങളേറിയ നാൾ ജഗമിൽ ജഹലിൻ കുഫർ കുലങ്ങളേറിയ നാൾ ജഗപതിതൻ തിരുനബിയവർ വന്നുദിത്തേ വന്നുദിത്തേ അർശ് കുർസ് ലൗഹ് കലമിലാദരിത്തേ മുഹമ്മദ് അഹമ്മദ് ഇഷ്ക യാസിനായ ദൂതരേ ആയ ദൂതരേ അപ്പൊ സെയിം ഷെരീഫിക്ക പാടിയ ഒരു അടിപൊളി പാട്ട് ഇവിടെ പാടിയിരിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു ഷെരീഫിക്കയുടെ മുമ്പിന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോ? സത്യം പറഞ്ഞാൽ നല്ല വിറച്ചിട്ടാണ് പാടിയത്. ശരിപ്പിക്കാണ് ഗസ്റ്റ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം കുടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റ് ഷെരീഫിക്ക തന്നെ തുടങ്ങാം. ഓക്കെ ഷെരീഫിക്ക സെയ്ദ് ഓ അസലായിട്ട് പാടി. താങ്ക് യു. പിന്നെ പേടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് ഏത് പാട്ട് പാടുമ്പോഴും. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പാട്ടുകാരൻ എത്ര വലിയ പാട്ടുകാരൻ ആണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു വേദിയിൽ കയറി നിന്ന് പാടുമ്പം ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊക്കെ ആരാധനയോടെ നോക്കിക്കാണുന്ന ചിത്ര ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫസ്റ്റ് പാടുമ്പോൾ എപ്പോഴും പേടിയാണ്. അതിനേക്കാളും വലുതല്ലല്ലോ നമ്മളാരും. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും, അത് സ്വാഭാവികം മാത്രം. അത് കൊണ്ട് നടക്കരുത്. കുറച്ച് പാട്ട് കഴിയുമ്പോഴേക്കും പേടിയൊക്കെ പോയി ഒന്നൊന്നര പാടലായിരിക്കണം. പക്ഷെ മോന് നന്നായി പാടാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ശബ്ദത്തിന് ഇടയ്ക്കൊരു പൊട്ടലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് പാടാത്തതുകൊണ്ടാണ്. നമ്മളെപ്പോഴും പ്രാക്ടീസ് വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം അരമണിക്കൂറെങ്കിലും വാമപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ഷൂട്ടിൻ്റെ ഒരു 4-5 ദിവസം മുന്നേ പനിച്ചെടുക്കായിരുന്നു.
പിന്നെ ത്രോട്ടോ ആക്ച്വലി ഓപ്പൺ ആയിട്ട് ഒരു 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നല്ല പാട്ടും ആണ്, നന്നായി പാടും ചെയ്തിരുന്നു. സൈനുദ്ദീൻ ഇരട്ടപ്പുഴ അദ്ദേഹം എഴുതിയ പാട്ടാണ്. ബക്കർ താമരയൂർ അദ്ദേഹം അസലായിട്ട് പാടിത്തരുന്ന ഒരു പാട്ടുകാരനാണ്. അദ്ദേഹം നന്നായിട്ട് പാടും, അദ്ദേഹം കമ്പോസ് ചെയ്തതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ആരാന്നറിയോ? ശശി കൃഷ്ണ. അദ്ദേഹമാണ് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ശശിയേട്ടൻ പറയും 4 ദിവസം 5 ദിവസം ബക്കർക്ക വീട്ടിൽ വന്നിട്ട് പാടലാണ് കമ്പോസിങ്ങിന് വേണ്ടി, പാടലാണ്. ആ പാടിയ കഷ്ണങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ വീട്ടിൽ നിന്നാണ് പാടിയത്. പക്ഷെ ഭയങ്കര ചലഞ്ചായിട്ടുള്ളൊരു പാട്ടാണ്. ഒരുപാട് സംഗതികളും ഇതൊക്കെയായിട്ട് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാടിയതാണ്. പക്ഷെ എനിക്കത് പാടിയ സമയത്ത് എനിക്ക് അതെല്ലാം ഓർമ്മ വന്നു. അദ്ദേഹം ഓരോന്നും ഇങ്ങനെ പാടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് എനിക്ക് പാടിത്തരും. അത് കേട്ട് 5-6 വട്ടം പ്രാക്ടീസ് ചെയ്ത് പാടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പാടി അയച്ചു കൊടുക്കുന്നത്. പക്ഷേ അത് പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ബക്കർക്ക നല്ല മ്യൂസീഷ്യനാണ്, ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു നല്ലൊരു പാട്ട് പാടിയതിൽ. താങ്ക് യു. സെയ്ദ് നന്നായി പാടി. കാരണം ഞാനിതിന് മുന്നേ സെയ്ദിൻ്റെ പാട്ട് കേട്ടതാണ്. അപ്പം എനിക്കറിയാം നന്നായി പാടുന്ന ആളാണ്. പിന്നെ വയ്യാണ്ട് എന്ത് ചെയ്യും അല്ലേ? ഇൻഷാല്ലാ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് സ്ട്രെയിനാണ്. ഇത് കഴിഞ്ഞാൽ വെറുതെ കുറേ വർത്താനൊന്നും പറയാതെ നന്നായി വോയിസ് റെസ്റ്റ് എടുത്ത് പിന്നെ അടുത്ത പാട്ട് നന്നായി പാടാൻ പറ്റട്ടെ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നമുക്ക് അറിയുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഇങ്ങനെയുള്ള പാട്ടുകളുടെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമ്മളെല്ലാവരും ഇത്രയും നല്ല നല്ല പാട്ടുകൾ അവരുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വരിക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ശശി കൃഷ്ണ അടുത്ത കാലത്ത് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്ത ആളാണ്. ഇപ്പം അള്ളാഹുവിൻ്റെ അദാബ് എന്നുള്ള പാട്ട് കേട്ടില്ലേ, എൻ്റെ ഒരു പാട്ട്, അതൊക്കെ ഭയങ്കര ഹിറ്റ്. അതിൻ്റെ ഓർക്കസ്ട്രയാണ്, പാട്ടിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഓർക്കസ്ട്രയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ആൾക്കാരുടെ എഫേർട്ടിനെ നമ്മൾ മാനിക്കണം. അതാണ് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. എനിക്ക് സെയ്ദിൻ്റെ വോയിസ് നല്ല ഇഷ്ടമായി. ഈ പറയുന്ന പോലെ ഈ വയ്യാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു സ്ട്രെങ്ത് കുറവുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന സ്റ്റഡിനെസ് കുറച്ച് കുറഞ്ഞു, ശ്രുതി അവിടെ ഇവിടെങ്ങളിലൊക്കെ. ഇനി വരുമ്പോഴത്തേക്ക് ഇനി ശരിയാവും. ഫസ്റ്റ് റൗണ്ട് അല്ലേ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് സെയ്ദിനെക്കാളും ടെൻഷൻ അടിച്ച് ഷെരീഫ്ക്ക് തോന്നി ഈ പാട്ട്. ഈ പാട്ട് പറഞ്ഞപ്പോൾ മുതൽ പറയുന്നുണ്ട് എൻ്റെ ഹമ്മിങ് എങ്ങനെയായിരിക്കും പാടാൻ. ഞാൻ കുറേ കഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞല്ലേ, എന്നോട് പാടുന്ന ആരും പറയാത്ത ഭാഗ്യം. എനിക്ക് പാടാൻ പറ്റും. ഞാൻ ചോദിച്ചു പാടുന്നില്ലേ? ഇല്ല ഇത് ഞാൻ പാടുന്നില്ല. അതെ ഞാൻ പറയാം, സത്യം പറഞ്ഞേ സെയ്ദിനെക്കാളും ടെൻഷൻ അടിച്ചത് ഷെരീഫ്ക്കാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതെടുത്ത് പാടാൻ കാണിച്ച മനസ്സിന് ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഏറ്റവും നന്നായിട്ട് ബെസ്റ്റായിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് അടുത്ത റൗണ്ടുകളിലൊക്കെ പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ സെയ്ദ് കുഴപ്പമില്ല, ഇപ്രാവശ്യം സുഖമില്ലായിട്ടാണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പാട്ട്. അപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യുക, അതിനു മുമ്പേ റെസ്റ്റ് എടുക്കുക കുറച്ച്. ഓക്കെ, എന്നാൽ അപ്പം നമുക്ക് മാർക്ക് അറിയാം. നമുക്ക് ഷെരീഫിക്ക് തന്നെ തുടങ്ങാം. 7 out of 10. 7 marks. Vensiruta? 14 on 20. Thank you. 14 and last Nishadetta? 14 on 20. So 35 on 50. അപ്പോൾ കുഴപ്പമില്ല, അടുത്തിട്ട് നമ്മൾ നന്നായി പിടിക്കും. ഓക്കെ, എന്നാ ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള മനോഹരമായ നല്ല പാട്ടുകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ ബൈ ഫ്രം ദ എൻറ്റയർ ടീം ഓഫ് എല്ലാരിയ, ദി ഗ്രേറ്റ് വൺ സോപ്പ്, മീഡിയ വൺ, 14 രാവ് സീസൺ 6, co-presented by Topco Samsam Jewelry, VM Store and Fabrico Live Laundry. 14